നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിൽ മഴ കനക്കും. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കൂടുതൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. തീരദേശത്തും മലയോര മേഖലയിലുമുള്ളവർ കൂടുതൽ കരുതലെടുക്കണം. നാളെയോടെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. സംസ്ഥാനത്തെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പുതിയ കണക്കുകൾ പുറത്തുവിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ 8 പേർ മരിച്ചതായും 8 പേരെ കാണാതായതായും കണക്കുകൾ പറയുന്നു. 13 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റി പാർപ്പിച്ചെന്നും കണക്കുകൾ പറയുന്നു. അതേസമയം പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. എന്നാൽ വേണ്ടത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രതികരണം. മഴക്കെടുതി രൂക്ഷമായ പത്തനംതിട്ടയിലെ ആറന്മുളയിലെ ക്യാമ്പുകളിലും പരാതി ഉയർന്നു. ക്യാമ്പിൽ വെളിച്ചമില്ലെന്നും ജനറേറ്റർ എത്തിച്ചെങ്കിലും വൈദ്യുതി ബന്ധമില്ലെന്നും അന്തേവാസികൾ പറയുന്നു. മരുന്നുകൾ കൃത്യസമയത്ത് എത്തിച്ചില്ല. ഉദ്യോഗസ്ഥ ഏകോപനമില്ലെന്നും വകുപ്പുകളുടെ ഏകോപനത്തിന് പ്രത്യേക സംവിധാനം വേണമെന്നും ഇടത് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് ഇന്നലെ പൂർണ്ണമായും വെള്ളക്കെട്ടിലമർന്ന ചാവക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം പൂർണ്ണമായി ഇറങ്ങി. ഇന്നലെ രാത്രിയോടെ മഴയുടെ ശക്തി കുറഞ്ഞതോടെയാണ് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞതും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയതും. രാവിലെ ആരംഭിച്ച കനത്ത മഴയിലാണ് ചാവക്കാട് നഗരവും സമീപ പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. പഞ്ചാരമുക്ക് ഏനാമാവ് റോഡ്, ഗുരുവായൂർ കുന്നംകുളം റോഡ്, ദേശീയപാത സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളം കയറി വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ മേഖലയിലെ ഗതാഗതവും ദൈനംദിന ജീവിതവും തടസ്സപ്പെട്ടു. പ്രദേശത്തെ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. എന്നാൽ രാത്രിയോടെ മഴ ശമിച്ചതോടെ വെള്ളം ഒഴുകിപ്പോയി. നിലവിൽ നഗരത്തിലെ ഗതാഗതവും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ സപ്തതി ആഘോഷങ്ങൾക്ക് തൊഴിയൂർ ഭദ്രാസന അരമനയിൽ വിപുലമായ പരിപാടികളോടെ തുടക്കമായി. ജന്മദിനത്തോടനുബന്ധിച്ച് പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ജന്മദിന സ്തോത്ര പ്രാർത്ഥനയ്ക്കു ശേഷം തൊഴിയൂർ ഭദ്രാസന കൗൺസിൽ ഹാളിൽ നടന്ന ജന്മദിനാഘോഷത്തിൽ തിരുമേനി സഭയിലെ വൈദികരോടും സഭാ ഭാരവാഹികളോടുമൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. സഭയുടെ വിവിധ ഇടവകകളിൽ നിന്നെത്തിയ ഇടവകാംഗങ്ങളും സഭാവക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും സഭയുടെ വിവിധ ഭക്ത സംഘടനാ പ്രവർത്തകരും മധുരം പങ്കിട്ടു. പിതാവിന് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി സഭ നടത്തുന്ന ധനസഹായ പദ്ധതിയായ തൈബൂസ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം തിരുമേനി നിർവഹിച്ചു. മെത്രാപ്പൊലീത്തയുടെ സപ്തതി, എപ്പിസ്കോപ്പൽ രജത ജൂബിലി, പൗരോഹിത്യ സുവർണ ജൂബിലി എന്നിവയുടെ സംയുക്താഘോഷം ആഗസ്റ്റ് 29-ന് കുന്നംകുളം ടൗൺ ഹാളിൽ വെച്ച് വിപുലമായി നടത്തുമെന്നും സഭാ ഭാരവാഹികൾ അറിയിച്ചു. സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുന്നയൂർകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ യോഗം നടന്നു. മുസ്ലിം ലീഗ് പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. CB റഷീദ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ ഷാഹിദ് കൊപ്പര, CU മുസ്തഫ, ലീഗ് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി CM ഗഫൂർ, യൂത്ത് ലീഗ് പഞ്ചായത്ത് നേതാക്കളായ അഷ്റഫ് ചോലയിൽ, AK മുക്താർ, യാസിർ TV, റയീസ് റഷീദ്, ഗ്ലോബൽ KMCC നേതാവ് VK യാസിർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പുന്നയൂർകുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഹുസൈൻ വലിയകത്ത് സ്വാഗതവും യൂത്ത് ലീഗ് സെക്രട്ടറി TM ഇർഷാദ് നന്ദിയും പറഞ്ഞു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.